താമസ സ്ഥലം പങ്കിടുന്നതിന് പുതിയ നിയമം പ്രഖ്യാപിച്ച് ദുബായ് ഭരണകൂടം. അനുമതിയില്ലാതെ കൂടുതൽ ആളുകൾക്ക് താമസ സ്ഥലം വാടകയ്ക്ക് നൽകിയാൽ വൻ തുക പിഴ ഈടാക്കുമെന്ന് നിയമം വ്യക്തമാക്കുന്നു. ഷെയറിംഗ് താമസ സ്ഥലങ്ങൾ അനുവദിക്കുന്നതിന് ഇനി മുതൽ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമാണ്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് താമസ സ്ഥലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട പുതിയ നിയമം പ്രഖ്യാപിച്ചത്. പുതിയ നിയമപ്രകാരം ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ഇനി മുതൽ താമസ സ്ഥലം ഷെയർ ചെയ്യാൻ പാടില്ല. സാധാരണയായി 1 വർഷത്തേക്കാണ് പെർമിറ്റ് അനുവദിക്കുക. എന്നാൽ ഉടമസ്ഥരുടെ അപേക്ഷ പ്രകാരം ഇത് 2 വർഷം വരെ നീട്ടി നൽകും. പെർമിറ്റ് കാലാവധി തീരുന്നതിന് കുറഞ്ഞത് 30 ദിവസം മുൻപ് അനുമതി പുതുക്കാനായി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ഒരു കെട്ടിടത്തിൽ താമസിക്കാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം, വ്യക്തിഗത വിസ്തീർണം, വായുസഞ്ചാരം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ കൃത്യമായി പാലിച്ചാൽ മാത്രമേ പെർമിറ്റ് ലഭിക്കുകയുള്ളൂ എന്നും പുതിയ നിയമത്തിൽ പറയുന്നു. കെട്ടിട ഉടമസ്ഥർക്കോ ലൈസൻസ് ഉള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻസികൾക്കോ മാത്രമേ ഷെയർ ഹൌസിംഗ് അടിസ്ഥാനത്തിൽ വീടുകൾ വാടകയ്ക്ക് നൽകാൻ അവകാശമുള്ളൂ. വാടകക്കാർ കെട്ടിടം ഏറ്റെടുത്ത ശേഷം മറ്റുള്ളവർക്ക് സബ്ലീസ് ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചു. കെട്ടിടങ്ങളിലെ അഗ്നിശമന സംവിധാനം, ശുചിത്വം, സാനിറ്റേഷൻ, ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ എന്നിവ കൃത്യമായ നിലവാരം പുലർത്തണം. നിയമം ലംഘിക്കുന്നവർക്ക് 500 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്നും നിയമം വ്യക്തമാക്കുന്നു. ലംഘനം ആവർത്തിച്ചാൽ പിഴത്തുക 10 ലക്ഷം ദിർഹം വരെയായി ഉയരും. ഇതിനു പുറമെ നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കൽ, വാണിജ്യ ലൈസൻസ് റദ്ദാക്കൽ, നിയമലംഘനം തിരുത്തുന്നതുവരെ കുടിവെള്ള, വൈദ്യുതി സേവനങ്ങൾ വിച്ഛേദിക്കൽ, കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കൽ തുടങ്ങിയ കർശന നിയമ നടപടികളും നേരിടേണ്ടി വരും. നിലവിൽ ദുബായിൽ ഷെയർ ഹൌസിംഗ് നടത്തുന്ന ഉടമകൾക്കും സ്ഥാപനങ്ങൾക്കും പുതിയ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാറ്റങ്ങൾ വരുത്താൻ 1 വർഷത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. ദുബായ് മുനിസിപ്പാലിറ്റിയും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് വികസിപ്പിച്ച ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് പെർമിറ്റുകളും രജിസ്ട്രേഷനുകളും ഏകോപിപ്പിക്കുക. റിപ്പോർട്ടർ, ദുബായ്.